ഭാരതീയ ജ്യോതിഷത്തിലെ അതിശക്തവും എന്നാൽ ഏറെ നിഗൂഢതകൾ നിറഞ്ഞതുമായ നക്ഷത്രമാണ് ആയില്യം. കർക്കടക രാശിയിൽ ചന്ദ്രന്റെ സ്വാധീന വലയത്തിൽ നിൽക്കുന്ന ബുധൻ അധിപനായ ഈ നക്ഷത്രക്കാർക്ക് ബുദ്ധികൂർമ്മതയുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും പ്രതീകങ്ങൾ എന്നൊരു വിശേഷണമുണ്ട്. ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയെയും സ്വയം ബുദ്ധിവൈഭവം കൊണ്ട് മറികടക്കാൻ കഴിവുള്ളവരാണ് ആയില്യക്കാർ. എന്നാൽ നാം 2026 ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ ആകാശത്തെ ഗ്രഹനിലകൾ ഈ നക്ഷത്രക്കാർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സാമ്പത്തിക പശ്ചാത്തലമാണ്. സാധാരണഗതിയിൽ ഒരു മാസത്തെ ഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരമാണ് ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ 2026 ഏപ്രിൽ മാസം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മാസക്കാലത്തെ മാറ്റമല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് അവരുടെ സാമ്പത്തിക ജീവിതത്തിലെ ഒരു വലിയ പരിവർത്തനത്തിന്റെ തുടക്കമാണ്. ഈ കാലയളവിൽ നവഗ്രഹങ്ങളുടെ വിന്യാസം പരിശോധിച്ചാൽ ധനകാര്യത്തെ നിയന്ത്രിക്കുന്ന വ്യാഴം മിഥുനം രാശിയിലും കർമ്മഫലദാതാവായ ശനി മീനം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത് 12ാം ഭാവത്തിലെ വ്യാഴത്തെയും 9ാം ഭാവത്തിലെ ശനിയെയുമാണ് കുറിക്കുന്നത്. ജ്യോതിഷത്തിൽ 12ാം സ്ഥാനം വ്യയസ്ഥാനം അഥവാ ചെലവുകളുടെ സ്ഥാനമാണ്. എന്നാൽ ഈ ചെലവുകൾ നിങ്ങളെ തളർത്തുന്നതാണോ അതോ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടാണോ എന്നതാണ് ഏപ്രിൽ മാസത്തെ പ്രധാന ചർച്ചാ വിഷയം. ആയില്യം നക്ഷത്രത്തിന്റെ അതിദേവത സർപ്പങ്ങളാണ്. സർപ്പങ്ങൾ തങ്ങളുടെ ഇരയെ പിടിക്കാൻ കാത്തിരിക്കുന്നത് പോലെ സാമ്പത്തിക രംഗത്തെ അവസരങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഈ മാസം പരീക്ഷിക്കപ്പെടും. ബുധൻ നിങ്ങളുടെ അധിപനായതിനാൽ ഓഹരി വിപണിയിലോ ബിസിനസ്സിലോ അപ്രതീക്ഷിതമായ ലാഭങ്ങൾ നേടാനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ നിങ്ങൾ നടത്തും. പക്ഷേ 8ാം ഭാവത്തിലെ രാഹുവിന്റെ സാന്നിധ്യം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു: തിളങ്ങുന്നതെല്ലാം പൊന്നല്ല. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് വലിയ കണികൾ ഒരുക്കിയേക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിലെ വിവിധ വശങ്ങളാണ്. ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിച്ചേക്കാം. പഴയ കടബാധ്യതകൾ തീർക്കാനോ കുടുംബത്തിലെ അപ്രതീക്ഷിത ആവശ്യങ്ങൾക്കോ ആയി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. എന്നാൽ ഏപ്രിൽ 14-ന് സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക ജാതകത്തിൽ ഒരു പുത്തൻ ഉണർവ് ദൃശ്യമാകും. തൊഴിൽ മേഖലയിൽ നിന്ന് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുകയും വിദേശത്ത് നിന്നുള്ള ധനസഹായം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ അതോ സ്ഥിര വരുമാനമുള്ള ഉദ്യോഗസ്ഥനാണോ അതോ വീടിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വീട്ടമ്മയാണോ? ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരാൾക്കും 2026 ഏപ്രിൽ മാസം സാമ്പത്തികമായി സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പാക്കാം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വഴികാട്ടിയാണ് ഈ വീഡിയോ. നിങ്ങളുടെ നിക്ഷേപങ്ങൾ എവിടെ സുരക്ഷിതമായിരിക്കും? ഏതൊക്കെ മേഖലകളിൽ പണം മുടക്കുമ്പോഴാണ് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത്? കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ ഗ്രഹനിലകൾ നിങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കും? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരും ഭാഗങ്ങളിൽ നമുക്ക് വിശദമായി വിശകലനം ചെയ്യാം. ആയില്യം നക്ഷത്രക്കാരുടെ തനതായ സവിശേഷതകളെ മുൻനിർത്തി ഗ്രഹങ്ങളുടെ ഗോചരബലം വിശകലനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഈ വിവരങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കമില്ല. ഇനി നമുക്ക് ഓരോ മേഖലയും തിരിച്ച് ആയില്യം നക്ഷത്രക്കാരുടെ 2026 ഏപ്രിലിലെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് വിശദമായ ഒരു യാത്ര നടത്താം. വരാനിരിക്കുന്ന വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ട് അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം വളരെ നിർണായകമാണ്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാസത്തിന്റെ 2ാം പകുതിയോടെ ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ ഉള്ള സാധ്യതയുണ്ട്. സൂര്യൻ മേടം രാശിയിലേക്ക് മാറുന്നതോടെ തൊഴിലിടത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. നിലവിലുള്ള ജോലിയിൽ സംതൃപ്തരല്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള അനുകൂലമായ സമയമാണ്. എന്നാൽ വലിയ സാമ്പത്തിക റിസ്കുകൾ എടുത്തുകൊണ്ട് ജോലി രാജിവെക്കുന്നത് ഒഴിവാക്കണം. സാമ്പത്തികമായി ഉന്നതിയിലെത്താൻ സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ അപ്രതീക്ഷിത പിന്തുണ ലഭിക്കും. ഇൻസെന്റീവ്, ബോണസ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ അശ്രദ്ധകൾ വലിയ നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ 15-ന് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഉചിതം. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ നിയമവിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. IT, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് എന്നീ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. കയറ്റുമതി ഇറക്കുമതി മേഖലകളിലുള്ളവർക്ക് വ്യാഴത്തിന്റെ 12ാം ഭാവത്തിലെ സ്ഥിതി വിദേശ വിപണിയിൽ നിന്ന് ലാഭം നൽകും. സാമ്പത്തിക വളർച്ചയ്ക്ക് നിക്ഷേപങ്ങൾ അത്യാവശ്യമാണെങ്കിലും ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. 8ാം ഭാവത്തിലെ രാഹു പെട്ടെന്നുള്ള ലാഭത്തിനുള്ള മോഹം വർദ്ധിപ്പിക്കും. എന്നാൽ ഊഹക്കച്ചവടങ്ങളിൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ദീർഘകാല നിക്ഷേപങ്ങൾ മാത്രം പരിഗണിക്കുക. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. കേതു 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പണമായി കൈവശം വെക്കുന്നതിനേക്കാൾ ആസ്തിയായി മാറ്റുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. ചിട്ടയായ നിക്ഷേപ പദ്ധതികൾ വഴി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കും. ഏപ്രിൽ മാസത്തെ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ളതിനാൽ ബജറ്റ് പ്ലാനിംഗ് നിർബന്ധമാണ്.
കുടുംബാംഗങ്ങളുടെയോ സ്വന്തം തന്നെയോ ആരോഗ്യത്തിനായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് പുതുക്കാൻ ശ്രദ്ധിക്കുക. വിവാഹം, വീട് താമസം തുടങ്ങിയ ശുഭകാര്യങ്ങൾക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ഇത് സന്തോഷകരമായ ചെലവായതിനാൽ മാനസികമായ സംതൃപ്തി നൽകും. തീർത്ഥാടനങ്ങൾക്കോ വിനോദയാത്രകൾക്കോ ആയി പണം ചെലവാകും. 12ാം ഭാവത്തിലെ വ്യാഴം ദൂരയാത്രകൾ വഴി സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ മാനസിക സമാധാനമാണ് നൽകുന്നത്. കുടുംബത്തിൽ സാമ്പത്തികമായ ഐശ്വര്യം നിലനിൽക്കുമെങ്കിലും ചില തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന പൈതൃക സ്വത്തുകൾ കൈവരാനോ അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനോ സാധ്യതയുണ്ട്. 8ാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിത ധനലാഭത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ജീവിത പങ്കാളിയുടെ വരുമാനം സഹായിക്കും. ദമ്പതികൾ ചേർന്ന് നടത്തുന്ന നിക്ഷേപങ്ങൾ ഈ മാസം കൂടുതൽ ബലം നൽകും. ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകണം. പുതിയ ലോണുകൾക്കായി അപേക്ഷിക്കാൻ അനുകൂല സമയമാണെങ്കിലും തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തണം. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ തുക കടം നൽകുന്നത് ഒഴിവാക്കുക. തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. വിദേശത്ത് നിന്നുള്ള പണം കൈപ്പറ്റുന്നവർക്ക് വിനിമയ നിരക്കിലെ മാറ്റങ്ങൾ ഗുണകരമാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായി പണം കണ്ടെത്താൻ സാധിക്കും. വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുന്നത് വിദേശവാസത്തിനും അതുവഴിയുള്ള ധനസമ്പാദനത്തിനും വഴി തുറക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്താൻ പ്രയാസപ്പെടില്ല. സ്കോളർഷിപ്പുകൾ, വിദ്യാഭ്യാസ വായ്പകൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അനാവശ്യമായ ആഡംബര വസ്തുക്കൾക്കായി പണം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപരിചിതരായ വ്യക്തികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഷോപ്പിംഗിലും ഓൺലൈൻ പർച്ചേസിലും നിയന്ത്രണം ഏർപ്പെടുത്തുക. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനും അതിദേവത സർപ്പങ്ങളുമാണ്. അതിനാൽ നാഗദൈവങ്ങൾക്ക് നൂറുംപാലും സമർപ്പിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ബുധനാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും സാമ്പത്തിക ഉന്നതിക്ക് സഹായിക്കും. ബുധനാഴ്ചകളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുന്നത് ബുധന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സാമ്പത്തിക അഭിവൃദ്ധിക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. വായ്പകളെയും കടങ്ങളെയും ശ്രദ്ധയോടെ സമീപിക്കുക. അത്യാവശ്യമല്ലാത്ത വായ്പകൾ ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തിന് ഉത്തമം. ആഘോഷങ്ങളും സാമൂഹിക പരിപാടികളും ഈ മാസം കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ അതിനനുസരിച്ച് സാമ്പത്തികപരമായ ആസൂത്രണം നടത്തുക. ദൂരയാത്രകൾക്ക് സാധ്യതയുള്ളതിനാൽ യാത്രാ ചെലവുകളും ഈ മാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ശീലം വളർത്തുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത നൽകും. ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ് വലിയ തോതിൽ വികസിപ്പിക്കുന്നതിനും ഈ മാസം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ പുതിയ ആശയങ്ങൾക്കും പ്രോജക്റ്റുകൾക്കും സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുമ്പും വിശദമായതും ആഴത്തിലുള്ളതുമായ വിപണി പഠനം നടത്തണം. വിപണിയുടെ അവസ്ഥ, മത്സരം, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ, ഭാവി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണെങ്കിലും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം. അവരുടെ സാമ്പത്തിക സ്ഥിതിയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുക. നിയമപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. 2026 ഏപ്രിൽ മാസം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായ ഒരു പരിവർത്തന കാലഘട്ടമാണ്. വലിയ ചെലവുകൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഭാവിക്കായിട്ടുള്ള നിക്ഷേപങ്ങളായി മാറും. കൃത്യമായ ആസൂത്രണവും ബുദ്ധിപരമായ തീരുമാനങ്ങളും ഉണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്ന് ഉന്നതിയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ശനിയുടെ 9ാം ഭാവത്തിലെ സ്ഥിതി ഭാഗ്യത്തെക്കാൾ കഠിനാധ്വാനത്തിന് പ്രാധാന്യം നൽകുന്ന ഒന്നായതിനാൽ മടി കൂടാതെ പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്.